അടേ സുശീലം കെട്ടിയതിന് വന്നെന്ന് അറിഞ്ഞല്ലേ? ഉടനെ എനിക്കത് കാണണ്ട. അതെന്ത് നിങ്ങളുടെ ഇറങ്ങി കാനിട്ടാക്കത്ത് എന്തോ വരുന്നുണ്ട്. ഒന്ന് അനങ്ങി വേണം. എടേ ഒന്ന് അനങ്ങി വരുന്നടേ. വിശന്ന് കുടൽ കരിയണം മനുഷ്യൻ. വരയല്ലേ ഉണ്ട്. അടി മേടിച്ച് പാക്കറ്റിട്ടുണ്ട് വന്നേക്കാണ്. ഫസ്റ്റ് നമ്മൾ അടിപടിച്ചിട്ടുണ്ട്. നിനക്കൊക്കെ സമയത്ത് തിന്നാൻ കിട്ടുന്നു. പിന്നെ സമാധാനമുണ്ട്. പക്ഷെ ഉള്ള മാനം പോയില്ലടേ അരപ്പേ. ആ ഇത്തിരി മാനമല്ലേ, അത് പോണേ പോട്ട്, പിന്നീട് വരും. വിളിച്ചോ അതിനെ കൊണ്ടുപോടാ. കുടലി ഇടന്ന് തള്ളാക്കി വിളിക്കുന്നു. അയ്യോ അയ്യോ. എന്തെങ്കിലും തീരുമാനമായ ഇവിടെ എത്ര ആളെ എങ്ങനെയൊന്നും പറഞ്ഞു? രാത്രി വർക്കല പോവാന്ന് വെച്ചു. ഞാൻ എന്തായാലും ആറ്റിങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അവിടെ നാളിനെ ഇറക്കിയല്ല. നേരത്തെ എട്ടണമെങ്കിൽ ചെന്ന് വാങ്ങിച്ചേട്ടാനാണ് അങ്ങനെ പറഞ്ഞേക്കണം. അങ്ങേറെ അടിയും വാങ്ങിയിട്ട് സംബന്ധം കഴിക്കാനേ പൊടിയന്മാരെ പറക്കണം. ഞാൻ പറയുന്നതേ പിടികൊടുക്കണേണ് നല്ലത്. സംഭവം ഒരു ഉറുമ്പ് പിടിക്കുന്നതിനുള്ളു ടപേന്ന് കഴിയും. അവനെ കൊല്ലണം. കല്യാണത്തിന് നീ നേരം കിടക്കുകയാണല്ലോ. വയറ് കാണുന്ന വെച്ചാണ്, വേറെ ആരുടെ അല്ലല്ലോ. ആ അത്ര ഉറപ്പുണ്ടല്ലോ, നന്നായി. അവനെ അറിയിക്കണ്ടേ? പറയണം. ഒളിച്ചിരിക്കുകയാണല്ലേ. എവിടെയാണെന്ന് വല്ല പിടിയുണ്ടാ? എനിക്ക് അറിഞ്ഞോളൂ ചേച്ചി. അണയുടെ മകരത്തിന് മുമ്പ് തീർക്കാൻ പറ. ഇൻസ്പെക്ഷനായി ഇന്ത്യക്കാരൻ വരും. ബായ്ക്ക് രുചിയായിട്ടതിൽ വെച്ചു കൊടുക്കണം. ഇപ്പൊ പിന്നെ രുചിയായിട്ടല്ലായിരിക്കും കഴിക്കണത്. എന്ന് വരണേ? ഈ ആഴ്ച വരുമായിരിക്കും. ഉള്ള കാന്താരി മുഴുവൻ അവളും കൊണ്ടുപോകും. നിങ്ങൾ ആ പെണ്ണിനെ ഒന്ന് നല്ലോണം നോക്കിയാണ്. പെണ്ണ് വയറ്റിയന്നെയാണ്. വീണ്ടും വന്നാ അതിനിപ്പോ എന്നും വരേണ്ട കാര്യമൊന്നുമില്ലല്ലേ. കല്യാണപ്പന്തലിൽ കയറുമ്പോ പെണ്ണിന് മാസം 4 ആവും. ഓ 4 മാസം ഒന്നും അറിയത്തില്ല. പിന്നെ കണ്ടാൽ അവക്ക് കോപ്പാ. അല്ലേ തന്നെ നീ എന്തിന്? കല്യാണം നിങ്ങൾ ഒരു തവണ നടത്തിയതല്ലേ കോരവയിട്ട്. തിരുപ്പ് അവകാശം ചോദിച്ചു വരാനൊന്നും ഒരുത്തനുമില്ല. പേടിച്ചോയാ? ഇവിടത്തെ വെറുതെ എങ്ങനെ? ഓ എന്തൊരു വെറുതെ. നീ നേരെ ഇങ്ങോട്ട് വന്നേണോ? ആ എന്ത് ചോദിച്ചാ? അവരെങ്ങാനും മണത്തറിഞ്ഞ് വരുമോന്ന്. അണ്ണ ഇങ്ങനെ പേടിച്ച് ജീവിക്കണം. ചെന്നൊരു തല്ല് വാങ്ങി ആ പ്രശ്നം അങ്ങ് തീർത്തൂടെ? ഇത് ചുമ്മാ. നീ എന്താണ് ഇപ്പൊ ഒന്ന്? വാസന് തരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞു. കാണുവാണെങ്കിൽ കൊടുത്തേക്കണേന്ന് പറഞ്ഞു. തെറ്റി. അണ്ണാ നിങ്ങൾ നമ്മൾ തെറ്റിയാ? കുളി കുളിച്ചോണ്ടിരുന്നപ്പോ തെറ്റിച്ച് വീണല്ലോ. പോടാ. ഓ അണ്ണ കുളി തെറ്റിയെന്ന്. കുളി തെറ്റിയെന്ന് മനസ്സിലായ? കുളി തെറ്റി. ആ അത് തന്നെ. ആലോചിച്ച് നോക്ക്.
ഇനിയിപ്പോ കല്യാണത്തിന് ഡേറ്റ് കൊണ്ട് മാറ്റിക്കണമെന്ന് വെച്ചാൽ അത് നടക്കൂലല്ലോ. ഇത് പെട്ടല്ലോ. എവിടെയായിരുന്നു ഇത്ര നാളും? നിനക്ക് സുഖമല്ലേ? എന്താ ഉദ്ദേശം? കുറച്ച് ദിവസം പക്കീര ക്യാമ്പിൽ പോയി നിൽക്കാന്ന് വിചാരിക്കണം. അതല്ല, എന്തൊരു പെണ്ണ, എന്നെ വിശ്വാസമില്ലേ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതിന് അമ്മിണി എന്നെ ആക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്കി ഒന്ന് എത്തിക്കോട്ടെ. എന്തായിരുന്നു അണ്ണനെ? പോട്ടെന്ന് നീ കിടന്നു. പോലെ ഞാൻ പുറത്തു വരാം. വേണ്ട. ഗോലണ്ണ അവസാനം അടി പൊട്ടിയിട്ട് ദിവസം കുറെ ആയല്ലേ, പിന്നെ അനക്കമൊന്നും ഇല്ലല്ലേ? എടെ പൊടിയാനും മറ്റവനും നാട് വിട്ടെന്ന് തോന്നണം. ട്രെയിനിങ്ങിന് പോയോണ്ട് കുഞ്ഞിപ്പാക്കി രക്ഷപ്പെട്ടു. എന്തായാലും രക്ഷപ്പെട്ടെന്ന് അമ്മണിൽ അവനെ വിടണ്ടേ? എന്നാലും പോലീസിനോട് കളിക്കുമോ അമ്മണി? ഒരു പോലീസ് അവൻ വീട്ടിൽ വന്നാ കൂറാൻ പോണത് പോലീസ്. നീ ഇതുവരെ പോയില്ലേ? പോവാനിറങ്ങിയപ്പോ വയറ്റിന്നൊരു വിളി. അത് പേടികൊണ്ടാ. അവനെ ദേ പോലീസിന്റെ പവർ അറിയത്തില്ല. എന്നെ തൊട്ടാലേ റൂട്ട് മാർച്ച്. മാറുമ്മാ. ഒരു ബാർ സോപ്പ് 250 ചീമോളി. 2 കിലോ ബിരിയാണി അരി. നീ എപ്പാടെ വന്ന്? അല്ല സാറെപ്പോ വന്ന്? ഇന്നലെ. അരിയെടു. സാറിന് 2 കിലോ ബിരിയാണി അരി ഓർഡർ. ഇതോട് എടുത്തോ. ഉള്ളി 1/2 കിലോ, പഞ്ചാര 250, പരിപ്പ് 300, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അമ്മിണി. അണ്ണാ പനിപ്പിള്ള വരുമ്പോ കൊടുത്തു. അടി അരി പെട്ടെന്ന് എടുക്കടേ. എടുക്കണ സാറിന് പോകാൻ തിരക്കുണ്ട്. അതെടുത്തു. എടുത്തത് മതി, ബാക്കി വാപ്പ ഒന്ന് മേടിച്ചോളൂ. എടുക്കടാ. ഒന്ന് നിന്നാ മൊത്തത്തിൽ അങ്ങ് മേടിച്ചോണ്ട് പോവാ. പോയത് കണ്ട, ഇതിങ്ങനെ തല വെച്ചേക്കുന്നേ വലിക്കാനല്ല. എന്നെ തൊട്ടാലേ റൂട്ട് മാർച്ച്. അതെന്തിനാണ് റൂട്ട് മാർച്ച്? പോലീസാ? അതിന് വീട്ടിൽ ഉമ്മയുണ്ട് ബിരിയാണി വെക്കാൻ. ഓടിയെ ഞാൻ ഓട്ടിച്ചിട്ടടിക്കും. തൊപ്പിയൂരടാ.
പോലീസിന് തൊട്ടാ റൂട്ട് മാർച്ച പത്തിരുപത് തുന്നലിന്റെ പെരുപ്പട കഴിവറ മോനെ. അവന്റെ അന്നേരൊരു റൂട്ട് മാർച്ച്. എന്നാ പനിപ്പിള്ള വരുമ്പോ താക്കോലെടുത്തേക്കണം കേട്ടാ.